ഹായ് ഹലോ കുട്ടൂസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കർക്കിടക മാസം തുടങ്ങിയല്ലേ, നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കുറയുന്നതൊക്കെ സമയമാണ് ഈ കർക്കിടക മാസത്തിൽ. ശരീരത്തിന് ബലക്കുറവൊക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. അപ്പം നമുക്ക് ഈ സമയത്ത് കഴിക്കേണ്ട ഒരു ഔഷധ കഞ്ഞിക്കൂട്ടിനെ കുറിച്ചാണ് കേട്ടോ ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ഔഷധക്കൂട്ടിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഞവരേരി തന്നെയാണ്. ഞവരേരിയും ഉലുവയും ചെറുപയറും ചേർത്തുള്ള ഒരു ഔഷധ കഞ്ഞിക്കൂട്ടാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. ഞവരേരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരേ സമയം ഭക്ഷണമായും ഔഷധമായും ഒക്കെ നമ്മൾ ഉപയോഗിക്കാൻ അത്യുത്തമമായ ഒന്നാണ് ഞവരേരി. സ്ഥിരമായി ഞവര ഉപയോഗിച്ചാൽ യൗവനം വരെ നിലനിർത്താൻ കഴിയുമെന്ന് വരെ പറയപ്പെടുന്നു. ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഞവരേരി. നമുക്ക് നമ്മുടെ ശരീരത്തിന് ബലവും പ്രതിരോധശേഷിയും കൂട്ടുവാനായിട്ടും കുട്ടികൾക്ക് അനീമിയ ഇല്ലാതാക്കാനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ ഇത് മുടി കൊഴിച്ചിൽ മാറ്റാനൊക്കെ ഇത് അത്യുത്തമമാണ്. ഞവരരിയുടെ കഞ്ഞിവെള്ളം കൊണ്ട് തലമുടി കഴുകുന്നതൊക്കെ വളരെ നല്ലതാണ്. തലേദിവസം വെള്ളത്തിൽ ഞാൻ ഈ ഞവരേരി വെള്ളത്തിൽ ഞവരേരിയും ഉലുവയും കൂടെ കുതിരാനിട്ടായിരുന്നു, ചെറുപയറും കൂടെ. 200 ഗ്രാം വരുന്ന ഞവരേരിക്ക് ഒരു 100 ഗ്രാം വരുന്ന ഉലുവയും ചെറുപയറുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം കഴുകി വൃത്തിയായതിന് ശേഷം കുതിരാനിട്ട ഞവരേരിയും ഉലുവയും ചെറുപയറും അതേ വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ കുക്കറിലേക്കൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതിലേക്കൊരു 10-15 ചെറിയ ഉള്ളിയും കൂടി നമ്മൾ ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒരേപോലെ തന്നെ ഭക്ഷണമായും മരുന്നായും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവയും. അയണും പ്രോട്ടീനും ഫൈബറും ധാരാളം ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഒക്കെ തടയാനായിട്ടും ദഹനക്കേടിനും നെഞ്ചിരിച്ചിലും കൂടാതെ മലബന്ധം പൈൽസ് രോഗങ്ങൾക്കെല്ലാം ഉലുവ അത്യുത്തമമായിട്ടുള്ള ഒരു മരുന്നാണ്. ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ ശരീരത്തിൽ, കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷ വേണ്ട ഒന്ന് തന്നെയാണ് ഉലുവയും ചെറുപയറും എല്ലാം. അപ്പം നമ്മൾ 10-15 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് കുക്കർ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമുക്കിതിലേക്ക് കഴിക്കുവാനായിട്ട് ആവശ്യത്തിന് ഈ കഞ്ഞിക്കൂട്ടിന് നമുക്ക് ഒരു ചമ്മന്തിയും കൂടെ റെഡിയാക്കണം. അപ്പം നമ്മുടെ ഔഷധ ചമ്മന്തി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. കൊടങ്ങൽ, മുത്തിൽ, കരുണക്കാളി, കരിമുത്തിൽ, കുടകൻ, കുടങ്ങൽ, കൊടുങ്ങൽ, കൊടകൻ എന്നിങ്ങനെ നിരവധി പേരുകളാണ് ഈ ഔഷധ സസ്യം അറിയപ്പെടുന്നത്. തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ഏറ്റവും മികച്ച ഒരു നാടൻ ഔഷധമാണ് കുടങ്ങൽ. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതും തലച്ചോറിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാനും ഏകാഗ്രതയും ഓർമ്മശക്തിയും കൂട്ടാനൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നു. കുട്ടികൾക്ക് ബ്രെയിൻ ടോണിക്കായും ഇത് ഉപയോഗിക്കുന്നു. കുടങ്ങലിൻ്റെ ഇല കണ്ടാൽ തന്നെ അറിയാം, ഒരു ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ ആകൃതിയിലാണ് അതിൻ്റെ ഇലകൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ അത്യുത്തമമായ ഒന്നാണ്. ഇത് ഉപയോഗിച്ച് ലേഹ്യമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. വളരെ നല്ല ഒന്നാണ് കുടങ്ങൽ. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും വടുവുകൾ ചർമ്മത്തിലെ അണുബാധ തടയാനും ഒക്കെ ഇത് നല്ലതാണ്. കുടൽ സംബന്ധമായ അസുഖങ്ങൾക്കും വയറിളക്കത്തിനും കുടകൻ ഉപയോഗിക്കുന്നു. നാഡീ സംബന്ധമായ രോഗങ്ങളെ പ്രതിരോധിക്കാനും ഉത്കണ്ഠ, വിഷാദം എന്നിവ കുറയ്ക്കാനൊക്കെ കുടങ്ങൽ നല്ലതാണ്. കാലുകളിലെ രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഞരമ്പുകൾ വീർക്കുന്ന അവസ്ഥ, അതായത് വെരിക്കോസ് വെയിൻ എന്ന അവസ്ഥ തടയാനും ഇത് വളരെ ഫലപ്രദമാണ്. അപ്പോൾ നമ്മൾ കുടങ്ങലിൻ്റെ നമ്മളൊരു അരമുറി തേങ്ങയും ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു 10 കുടങ്ങലിൻ്റെ ഇലയും ആവശ്യത്തിന് കാന്താരി എരിവിന് ആവശ്യമുള്ളതും, പിന്നെ ഞാനിവിടെ ആദ്യം നമ്മുടെ വയറിനും ദഹനത്തിനൊക്കെ നല്ലതാണ് ജാതിക്ക ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ജാതിക്കയുടെ ചെറിയ കഷ്ണം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. നോക്കിക്കേ, നമ്മുടെ മുത്തൽ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതീവ ടേസ്റ്റും അതീവ ഗുണവും ഉള്ള ഒന്നാണിത്. ഇതിൻ്റെ ഇലകളൊക്കെ കാണുമ്പോൾ തന്നെയല്ല, നമ്മുടെ ബ്രെയിനിൻ്റെ അതേ അളവിലാണ് ഇതുണ്ട് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ ഈ ഔഷധ കഞ്ഞിക്കൂട്ടിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അത്യുത്തമമായ ഒന്ന് തന്നെയാണ് ഈ മുത്തൽ ചമ്മന്തി എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ചെറുപയറും ഞവരയും ഉലുവയൊക്കെ കഞ്ഞിക്കൂട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതിലേക്ക് ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച ഔഷധ കഞ്ഞിക്കൂട്ടിന് ചേർക്കുന്ന ഒരു ഔഷധ പൊടിയുണ്ട്. അത് നമ്മളെല്ലാ അങ്ങാടിക്കടയും ചോദിച്ചാൽ കിട്ടും. ഈ സമയത്ത് കർക്കിടക കിറ്റ് കൊണ്ട് എല്ലാം കിട്ടും, നിർബന്ധമില്ല. ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന്, ഒരു ചെറിയ പാക്കറ്റാണ്, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല, ഒരൊറ്റ തേങ്ങാപ്പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആ തേങ്ങാപ്പാൽ ഇതിലോട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലായിട്ടോ തേങ്ങ നന്നപോലെ അരച്ചെടുത്തോ ഇതിലേക്ക് ചേർക്കും. ഞാൻ തേങ്ങ നല്ലതായിട്ട് അരച്ച് എടുത്ത അതാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആ തേങ്ങ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടെ അങ്ങോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നമ്മൾ അധിക സമയം ഇത് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാലൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ കർക്കിടക മാസത്തിൽ പയറുവർഗ്ഗങ്ങളൊക്കെ ധാരാളമായിട്ട് നമ്മൾ കഴിക്കണം. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി കുറയുന്ന സമയത്ത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയറക്കം. പ്രോട്ടീൻ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയാൽ സമ്പുഷ്ടമായ ചെറുപയർ ദഹനത്തെ സഹായിക്കാനും ശരീരഭാരം കുറയ്ക്കാനും മികച്ചതാണ്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ആയുർവേദ പ്രകാരം ശരീരബലം കൂട്ടാനും ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ചെറുപയർ. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ദഹന പ്രക്രിയ എളുപ്പമാക്കാനും ഒക്കെ ഈ ചെറുപയർ നമ്മളെ സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും ഈ ചെറുപയർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി ഇട്ട് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഔഷധ കഞ്ഞിയും നമ്മുടെ മുത്തൽ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ കർക്കിടക മാസത്തിൽ അതീവ നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ കഴിക്കേണ്ട ഒന്നാണ് ഈ കർക്കിടക കഞ്ഞിക്കൂട്ടും ഈ ഔഷധ ചമ്മന്തിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആ അഭിപ്രായങ്ങൾ കാണുമ്പോഴാണ് ഇനിയും ഇത് എത്രത്തോളം കൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെയുള്ള, മറ്റുള്ളവർക്കും ഇത് കാണുമ്പോഴും ഒരു പ്രചോദനമാവും അവർക്കും കൂടെ ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ കഞ്ഞി നമുക്ക് ഇത്തിരി എടുത്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം. നമ്മൾ ചെറിയുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഒരുപാട് കയ്പ്പൊന്നുമില്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം, നല്ലതാണ്. പിന്നെ ഇനി കുഞ്ഞുങ്ങൾക്കുണ്ടാക്കുമ്പോൾ ഉലുവയുടെ അളവ് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. അപ്പം കയ്പ്പൊന്നും അനുഭവപ്പെടില്ല. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് അതീവ സ്വാദിഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആവശ്യമെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യമെങ്കിൽ ഇത് ശകലം ശർക്കര പാനിയും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് എടുക്കേണ്ട, അതായത് നമ്മൾ ഞവരേരി എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് ഉലുവയും ചെറുപയറും എടുക്കാവുള്ളൂ. അപ്പം ഉലുവ എത്ര എടുക്കുന്നോ അതിൻ്റെ പകുതിയാണ് നമ്മൾ ചെറുപയർ ഉപയോഗിക്കുന്നത്. അപ്പം ഉലുവയുടെ അളവ് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എടുത്താൽ മതി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നമസ്കാരം.